നമസ്കാരം. ഫിനാൻഷ്യൽ കോഡിൻ്റെ 23-ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 8 ആണ്. ഫിനാൻഷ്യൽ കോഡ് ചാപ്റ്റർ 8, മിസലേനിയസ് എക്സ്പെൻഡിച്ചർ അഥവാ പല വക ചെലവുകൾ, അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഇത് ഒരു അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ല, എങ്കിലും നമ്മൾ ഇതിലൂടെ ഒന്ന് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പം നമ്മൾ ഇതിൽ പല ചെലവുകളെ പറ്റി പറയുമ്പോൾ ആദ്യത്തെ പറയാനുള്ളത് ഭൂമി ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ്. കേരള ലാൻഡ് അക്വിസിഷൻ ആക്ട് അനുസരിച്ച് പൊതു ആവശ്യങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകുന്നതിന് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ കേരള ലാൻഡ് അക്വിസിഷൻ മാനുവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 2013 ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. 2014 മുതൽ ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് പുതിയ ആക്ട്, അതിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കും പുനരധിവാസത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള അവകാശ ആക്ട് 2014 ഇത്തരത്തിൽ വന്നിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കലുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പറയാനുള്ള ഒരു കാര്യം, പൊതു ആവശ്യത്തിന് ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഭൂമി കൈവശത്തിൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ നഷ്ടപരിഹാരം നൽകുന്നതിന് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കണമെന്നാണ് കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ 201-ാമത്തെ ആർട്ടിക്കിൾ പറയുന്നു. ഇനി നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ, ഈ പഴയ കാലത്ത് രാജകുടുംബങ്ങൾക്കും പ്രമുഖർക്കൊക്കെ നൽകിയിരുന്ന ആനുകൂല്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. നമുക്കതിൽ കുറച്ച് ടേംസ് ഉണ്ട്, അതെല്ലാം ഒന്ന് കേട്ട് നമ്മൾ അതെന്താണെന്നൊന്ന് മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് പറയാനുള്ളത് ഫാമിലി ആൻഡ് പൊളിറ്റിക്കൽ പെൻഷൻസാണ്. കുടുംബവും രാഷ്ട്രീയപരമായിട്ടുള്ള പെൻഷനുകൾ എന്തൊക്കെയാണ്? അത് മുൻ ഭരണാധികാരികൾക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ രാഷ്ട്രീയമായ കാരണങ്ങളാൽ അനുവദിക്കപ്പെട്ട പെൻഷനുകളാണ് ഈ പൊളിറ്റിക്കൽ പെൻഷൻ എന്ന് പറയുന്നത്. ഇത് 1955 ഫെബ്രുവരി 1 നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ അനുസരിച്ചാണ് ഇതിൻ്റെ കണക്കൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു ടേം എന്ന് പറഞ്ഞാൽ മാലിഖാന എന്ന വാക്ക്. അതായത് പണ്ട് മലബാറിലെ രാജാക്കന്മാരും നാട്ടുപ്രമാണിമാരും തങ്ങളുടെ അധികാരം ബ്രിട്ടീഷ് സർക്കാരിന് വിട്ടുകൊടുത്തപ്പോൾ അതിനു പകരമായിട്ട് അവർക്ക് നൽകാൻ തീരുമാനിച്ച വാർഷിക തുകയെയാണ് നമ്മൾ മാലിഖാന എന്ന് പറയുന്നത്. ഇതൊരു രാഷ്ട്രീയ പെൻഷനായിട്ടാണ്, പൊളിറ്റിക്കൽ പെൻഷനായിട്ടാണ് കണക്കാക്കുന്നത്. കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തിനാണ് സാധാരണയായിട്ട് ഈ മാലിഖാന നൽകുന്നത്. ഇനി മറ്റൊരു അലവൻസിനെ പറ്റി പറയാനുണ്ട്. അതിൻ്റെ ടേം ഇതാണ്, ജന്മഭോഗം. അപ്പോൾ ജന്മഭോഗമെന്നോ ജന്മിഭോഗം എന്നൊക്കെ പറയും. അതായത് ജന്മികൾക്ക്, പണ്ട് കാലത്ത് ജന്മികൾക്ക് ഭൂമിയിലുണ്ടായിരുന്ന അവകാശം സർക്കാർ ഏറ്റെടുത്തപ്പോൾ അത് നൽകി തുടങ്ങിയിട്ടുള്ള ഒരു നഷ്ടപരിഹാര തുകയാണ് ശരിക്കും ഈ ജന്മിഭോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ടേമാണ് ഇനി പറയാനുള്ളത്, അത് തിരുപ്പുവാരം എന്ന് പറയും. തിരുപ്പുവാരം. ഇപ്പൊ തിരുപ്പുവാരം എന്ന് പറയുന്നത് ഭൂമി നികുതിയുടെ അല്ലെങ്കിൽ ഭൂനികുതിയുടെ ഒരു ഭാഗം നേരിട്ട് ചില വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ, സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ക്ഷേത്രങ്ങൾ തുടങ്ങിയവയ്ക്കാണ്, നൽകാൻ അനുവദിച്ചിരുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഭൂനികുതി അടയ്ക്കുന്നതിന് മുമ്പ് അത് ഈ അടയ്ക്കുന്ന വ്യക്തി തന്നെ ക്ഷേത്രങ്ങൾക്കോ മറ്റ് സ്ഥാപനങ്ങൾക്കോ നൽകാൻ പെർമിഷൻ കൊടുക്കുന്ന ഒരു രീതിയാണ് തിരുപ്പുവാരം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ടേം ടാസ്ഡിക് അലവൻസ്. ടാസ്ഡിക് അലവൻസ് എന്നോ ടാസ്ഡിക് അലവൻസ് എന്നോ നമുക്ക് പറയാം. അതായത് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള ദേവസ്വങ്ങൾക്കോ മറ്റു മതസ്ഥാപനങ്ങൾക്കും അവയുടെ നിത്യദാന ചെലവിനു വേണ്ടി നൽകുന്ന തുകയാണ് ഈ താസ്ദിക് അലവൻസ് എന്ന് പറയുന്നത്. ഇതിൽ പലതും ഇപ്പോഴും നിലവിലുണ്ട്, എന്നാൽ ചില മാറ്റങ്ങളോടെയാണ് ഇതൊക്കെ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. മാലിഖാനയും രാഷ്ട്രീയ പെൻഷനും അർഹരായ പഴയ രാജകുടുംബാംഗങ്ങൾക്കും മറ്റും ട്രഷറി വഴി ഇപ്പോഴും ഇവ വിതരണം ചെയ്യുന്നുണ്ട്. ഓരോ വർഷവും ഇത്തരം പൊളിറ്റിക്കൽ പെൻഷനും മാലിഖാനയ്ക്ക് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ തുക വകയിരുത്താറുമുണ്ട്.
ഈ തസ്തിക് അലവൻസ് ഇന്നും ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കും അവയുടെ നടത്തിപ്പിനായിട്ട് സർക്കാർ തസ്തിക് അലവൻസ് നൽകുന്നുണ്ട്. കാലാകാലങ്ങളിൽ ഈ തുകയിൽ വർധനവ് വരുത്താറും ഉണ്ട്. തിരുപ്പുവാരവും ജന്മഭോഗവും ഒക്കെ ലാൻഡ് റിഫോംസ് വഴി ഏകീകരിക്കപ്പെടുകയോ കുറഞ്ഞ തുകയായി തുടരുകയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ചരിത്രപരമായിട്ട് പറയുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചരിത്രപരമായ കാരണങ്ങളാൽ നൽകി വരുന്ന നോൺ സർവീസ് പെൻഷനുകളുടെ വിഭാഗത്തിലാണ് ഇവ പെടുന്നത്. സർക്കാർ ട്രഷറി നിയമങ്ങൾ അനുസരിച്ച് ഇവ ഇപ്പോഴും കൈമാറുന്നുണ്ട്. ഇനി മറ്റൊരു ടേമാണ് അർത്ഥപലിശ. അർത്ഥപലിശ അത് ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ എഴുതുന്നത് അർത്ഥപലിശ എന്നാണ്. അതെന്താന്നാ പറയുന്നത്, പണ്ട് തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ഒരു സംവിധാനമാണിത്. ജന്മികൾക്ക് സർക്കാർ നൽകിയിരുന്ന ഒരു പ്രത്യേക അലവൻസ് ആയിരുന്നു ഇത്, അർത്ഥപലിശ എന്ന് പറയുന്നത്. അതായത് ജന്മികളുടെ വസ്തുവകകൾ സർക്കാർ ഏറ്റെടുക്കുകയോ മറ്റോ ചെയ്തപ്പോൾ അവർക്ക് പകരമായി നെല്ലായോ പണമായോ നൽകിയിരുന്ന ആനുകൂല്യത്തെയാണ് നമ്മൾ അർത്ഥപലിശ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കുടുംബ പെൻഷനോ രാഷ്ട്രീയ പെൻഷനോ അല്ല. ഇപ്പോൾ 2007 ഒരു ഇത് വന്നു, അർത്ഥപലിശ, ജന്മിഭോഗം, കരാതി ചെലവ്. ഈ ആക്ട് പ്രകാരം ഇതെല്ലാം ഔദ്യോഗികമായിട്ട് നിർത്തലാക്കിയിട്ടുണ്ട്. പകരം 2007 മുതൽ ഈ 3 കാര്യങ്ങളിൽ പകരം പിന്നെ അർഹരായവർക്ക് കോമ്പൻസേഷൻ നൽകി തീർന്നു. അതിന് പകരം കോമ്പൻസേഷൻ നൽകിയത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ പറയാനുള്ള ഒരു ടേമാണ് കരാതി ചിലവ്. ഇതും പഴയ തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന ഒരു പദമാണ്. ഭൂമിയുടെ ആധാരങ്ങൾ എഴുതുമ്പോഴും കൈമാറ്റം ചെയ്യുമ്പോഴും മറ്റും ഭരണപരമായ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മുൻകൂർ നിശ്ചയിച്ച ചെലവുകൾക്കോ വേണ്ടി നീക്കി വച്ചിരിക്കുന്ന തുകയാണ് ഇത്. ലളിതമായിട്ട് പറഞ്ഞാൽ വസ്തുവിന്മേലുള്ള കരം സംബന്ധിച്ച ചെലവാണ് ഈ എന്താ പറയേണ്ട ടേം നമ്മളെ കരാതി ചിലവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ടേം ബെരിസ് ഡിഡക്ഷനാണ്. ബെരിസ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് മലബാർ മേഖലയിൽ നിലനിന്നിരുന്ന നികുതി കിഴിവ് അഥവാ ടാക്സ് ഡിഡക്ഷൻ രീതിയായിരുന്നു. അതായത് ഒരു പ്രത്യേക ഭൂമിയിൽ നിന്ന് സർക്കാരിന് ലഭിക്കേണ്ട ആകെ നികുതിയെയാണ് ബെരിസ് എന്ന് വിളിച്ചിരുന്നത്. ഇതിൽ നിന്ന് ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി, അതായത് ഇപ്പോൾ ക്ഷേത്രങ്ങൾക്കോ സന്നദ്ധ സ്ഥാപനങ്ങൾക്കോ നൽകാൻ വേണ്ടി കുറയ്ക്കുന്ന ഒരു തുകയാണ് ബെരിസ് ഡിഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്താന്ന് പറഞ്ഞാൽ നികുതി നേരിട്ട് ഖജനാവിൽ അടയ്ക്കുന്നതിന് പകരം അതിലൊരു ഭാഗം മുൻകൂട്ടി നിശ്ചയിച്ച ഗുണഭോക്താവിന് നൽകാൻ ഉടമയെ അനുവദിക്കുന്ന രീതിയാണിത്, നികുതി. അത് പൊതുവായിട്ട് ക്ഷേത്രങ്ങൾക്കും സന്നദ്ധ സ്ഥാപനങ്ങൾക്കൊക്കെയാണ് അത്തരം കൊടുക്കുന്നത്. അത് നേരിട്ട് കൊടുക്കാം, ടാക്സ് ഗവൺമെന്റിലേക്ക് അടയ്ക്കാതെ കൊടുക്കാം. ഈ തസ്തിക് അലവൻസ് ഞാൻ പറഞ്ഞു, അത് ഒരു ഭരണപരമായ ഗ്രാന്റ് തന്നെയാണ്. സർക്കാർ ഏറ്റെടുത്ത ക്ഷേത്രങ്ങൾ, മോസ്ക്, മറ്റു മതസ്ഥാപനങ്ങൾ എന്നിവയുടെ ഡെയിലി ചെലവുകൾക്ക്, അതായത് വിളക്ക്, പ്രസാദം തുടങ്ങിയവയ്ക്കൊക്കെ സർക്കാർ ട്രഷറിയിൽ നിന്ന് വർഷാവർഷം അനുവദിക്കുന്ന കൃത്യമായ തുകയാണ് ഇത്. ഇപ്പോഴത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇതിപ്പോഴും നിലവിലുണ്ട്. മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് നിർത്തലാക്കിയപ്പോൾ അതിന് കീഴിലായിരുന്ന സ്ഥാപനങ്ങൾക്കും മറ്റും ഇന്നും തസ്തിക് അലവൻസ് നൽകുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവയെല്ലാം നമ്മൾ ഈ പറഞ്ഞ ടേംസ് ഒക്കെ തന്നെ രാജഭരണകാലത്തെ ഭൂമി നികുതി നിയമങ്ങളുടെ ബാക്കി പത്രങ്ങളായിട്ട് ഇന്നും കുറേയൊക്കെ ഇന്ന് കഴിഞ്ഞു പോയി. 2007 ഉത്തരവോടുകൂടി കുറച്ച് പോയി, കുറച്ചൊക്കെ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. ഇത്രയുമാണ് ആ ടേംസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ഡിപ്പാർട്ട്മെന്റ് പേയ്മെന്റ്സിനെ കുറിച്ചാണ്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് പേയ്മെന്റ്സ്, അതായത് വകുപ്പ് തല പേയ്മെന്റുകൾ, എക്സൈസ് വകുപ്പ് പോലെയുള്ള വിവിധ വകുപ്പുകൾക്ക് ആവശ്യമായ സ്റ്റേഷനറി സാധനങ്ങൾ, അതായത് മദ്യം അളക്കുന്നതിനുള്ള അളവ് പാത്രം, മദ്യത്തിന്റെ ബോട്ടിലിങ്ങിലുള്ള ലേബലുകൾ, മുദ്രകൾ, അവ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി വഴി ലഭ്യമാക്കുന്നതിനുള്ള പേയ്മെന്റുകളെയാണ് ഈ ഡിപ്പാർട്ട്മെന്റൽ പേയ്മെന്റ് എന്ന വിഭാഗത്തിൽ പെടുത്തിയിട്ടുള്ളത്.
അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റൽ പേയ്മെന്റ്സ് കൊണ്ട് ഓരോ വകുപ്പിന്റെയും സുഗമമായ നടത്തിപ്പിനാവശ്യമായ പ്രത്യേക ഉപകരണങ്ങളോ സേവനങ്ങളോ വാങ്ങുന്നതിനായി സർക്കാർ അനുവദിക്കുന്ന തുകയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇനി അതിനോടൊപ്പമുള്ളത് എന്താണ്? ഡിസ്ക്രിഷണറി ഗ്രാൻസ്, അതായത് വിവേചനാധികാരമുള്ള ഗ്രാൻറ്റുകൾ. അത് വില്ലേജ് ഭരണവുമായി ബന്ധപ്പെട്ട് അനുവദിക്കാവുന്ന ചില പ്രത്യേക ഗ്രാൻറ്റുകളാണ് ഇത്. ഇതിനെ 2 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് വർഷം തോറും നൽകുന്നതെന്നും അത് കൃത്യമായ ഇടവേളകളിൽ നൽകുന്നവയാണ്. പിന്നെ റവന്യൂ വകുപ്പിലാണെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസ്ക്രിഷണറി ഗ്രാൻറ്റുകൾ അടിയന്തര സാഹചര്യങ്ങളിലോ അല്ലെ പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ നൽകാൻ ഉദ്യോഗസ്ഥർക്ക് വിവേചനാധികാരം ഉപയോഗിച്ച് അനുവദിക്കാവുന്ന സഹായധനമാണിത്. ഇത്തരം ഗ്രാൻറ്റുകൾ അനുവദിക്കുന്നതിന് നിലവിൽ കർശനമായ ചട്ടങ്ങൾ ഉണ്ട്. അപ്പോൾ അർഹരായവർക്ക് മാത്രമേ ഇത്തരം ആനുകൂല്യങ്ങൾ ലഭ്യമാകൂ എന്ന് വില്ലേജ് ഓഫീസർമാർ ഉറപ്പുവരുത്തേണ്ടത് ഉണ്ട്. അതാണ് ഈ ഡിസ്ക്രിഷണറി ഗ്രാൻറ്റുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഗ്രാൻറ്റുകളും അവയുടെ ഉദ്ദേശങ്ങളും എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഗവർണർ നൽകുന്ന വിവേചന ഗ്രാൻറ്റുകളുണ്ട്. അതായത് പൊതുധനത്തിൽ നിന്നും സഹായം അർഹിക്കുന്ന വ്യക്തികൾക്കും പൊതുസ്വഭാവമോ അർദ്ധ പൊതുസ്വഭാവമുള്ള സ്ഥാപനങ്ങൾക്കും ഗവർണർ നൽകുന്ന ധർമ്മ സംബന്ധിയായ സംഭാവനകൾ, അതാണ്. ഇനി റവന്യൂ ഉദ്യോഗസ്ഥന്മാർ നൽകുന്ന വിവേചന ഗ്രാന്റ് ഉണ്ട്. അത് താഴെ പിന്നെ ചില പ്രത്യേക കാര്യങ്ങൾക്കായിട്ട് ബോർഡ് ഓഫ് റവന്യൂ, ജില്ലാ കളക്ടർമാർ, റവന്യൂ അഡീഷണൽ ഓഫീസർമാർ, തഹസിൽദാർമാർക്ക് എന്നിവർക്ക് വിവേചന ഗ്രാന്റിൽ നിന്നും ചെലവാക്കുമെന്നാണ്. ഇപ്പോൾ അടിയന്തരമായിട്ട് വേണ്ടി വരുന്ന ഒരു തീപിടുത്തത്തിൽ വീട് നശിച്ചു, അല്ലെ വെള്ളപ്പൊക്കക്കെടുതി വന്നു, അല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും തരത്തിലുള്ള അപ്രതീക്ഷിതമായ ദുരിതങ്ങൾ വന്നു, അവർക്ക് നൽകുന്ന സംഭാവന അത് ഇവർക്ക് കലക്ടർമാർ, റവന്യൂ അഡീഷണൽ ഓഫീസർമാർ, തഹസിൽദാർ എന്നിവർക്ക് അത് നൽകാവുന്നതാണ്. പിന്നെ സാംക്രമിക രോഗങ്ങളാൽ വീട് ഒഴിഞ്ഞു പോകേണ്ടി വരുന്ന പാവപ്പെട്ടവർക്ക്, പണ്ട് കാലത്ത് ഈ പ്ലേഗൊക്കെ ഉണ്ടായിരുന്ന കാലത്തെ ഉദ്ദേശിച്ചാണ് അത് പറയുന്നത്, അതിൻ്റെ അവർക്ക് സഹായകമായിട്ട് വീണ്ടും കുടിൽ നിർമ്മിക്കാൻ ആവശ്യമായ സംഭാവന കൊടുക്കാം. പിന്നെ അഗ്നിശമന സേനാംഗങ്ങൾ അല്ലാതെയുള്ളവർക്ക് തീ അണയ്ക്കുന്നതിനും മറ്റും അവർ പിന്നെ അപകടത്തെ അഭിമുഖീകരിച്ച് പ്രത്യേക ധീരരായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രതിഫലം കൊടുക്കാം. ഗ്രാമങ്ങളിൽ മരങ്ങളും ചെടികളും നട്ടുവളർത്തുന്നതിന് നമുക്ക് ഗ്രാന്റ് കൊടുക്കാം. കൃഷിയും കന്നുകാലി ഉൽപ്പാദനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗ്രാന്റുകൾ കൊടുക്കാം. ഇതൊക്കെ നമ്മൾ പറയുന്നത് ഗ്രാന്റുകളുടെ, പൊതുവെ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാന്റുകളുടെ ഉദ്ദേശങ്ങളെ പറ്റിയാണ്. ഇനി ഈ ഗ്രാന്റിൻ എയ്ഡും സംഭാവനകളും കൊടുക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 282 യോജിക്കുന്ന തരത്തിലുള്ള പൊതുപ്രവർത്തനങ്ങൾ നടത്തുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സർക്കാരിന് ഗ്രാന്റ് നൽകാവുന്നതാണ്. അതാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. ഈ ഗ്രാന്റ് നൽകിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രാന്റ് കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അതത് വർഷം ചെലവഴിക്കാൻ സാധ്യതയുള്ളത്രയും ഗ്രാന്റ് മാത്രമേ ഏത് ധനകാര്യ വർഷത്തിലും നൽകാവൂ. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മളൊരു ഗ്രാന്റ് കൊടുക്കുമ്പോൾ ആ വർഷത്തേക്ക് ചെലവഴിക്കാൻ സാധ്യതയുള്ളത് മാത്രമേ കൊടുക്കാവൂ എന്നാണ് പറഞ്ഞത്. ഇനി ഏതെങ്കിലും പൊതുസ്ഥാപനത്തിനോ പ്രസ്ഥാനത്തിനോ ഒരു ഗ്രാന്റ് നൽകും മുമ്പ് ആ പ്രസ്ഥാനത്തിന്റെ അല്ലെ സ്ഥാപനത്തിന്റെ ഓഡിറ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കേണ്ടതാണ്. വെറുതെ നമ്മൾ കൊടുക്കരുത്. കൃത്യമായ ഓഡിറ്റ് ചെയ്ത അക്കൗണ്ടുകളൊക്കെ ഉള്ള സ്ഥാപനങ്ങൾക്കാണ് നമ്മൾ ഇത്തരത്തിൽ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിപ്പോ സാധാരണഗതി ഓഡിറ്റ് നടക്കുക എന്ന് പറയുമ്പോൾ ഒരു രജിസ്റ്റേർഡ് അക്കൗണ്ടന്റോ ഓഡിറ്ററോ ഓഡിറ്റ് ചെയ്താൽ മതി. ഇനി മറ്റൊരു ഇത് ഗ്രാന്റുകൾ പാസ്സാക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഴിമതി ആരോപണ വിമുക്തമായ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഗ്രാന്റിൻ്റെ എയ്ഡ് ലഭിക്കുകയുള്ളൂ. ഗ്രാന്റ് നൽകുന്ന അധികാരി ആ സ്ഥാപനം അഴിമതി മുക്തമാണെന്ന് ഓരോ സംഗതിയിലും നമ്മൾ സർട്ടിഫൈഡ് ചെയ്യേണ്ടതാണ്. ഇനി ഈ ഗ്രാന്റിൻ എയ്ഡ് ബില്ലുകൾ, ഗ്രാന്റിൻ എയ്ഡ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതായിരുന്നു. നമുക്കറിയാം, ഏത് ഗ്രാന്റ് നമുക്ക് പാസ്സാക്കി കിട്ടിയാലും ഇപ്പോൾ ഒരു 10,000 രൂപ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് പാസ്സാക്കി വന്നു, പണം നമ്മൾ കൈപ്പറ്റി കഴിഞ്ഞാൽ അത് ഏത് പർപ്പസിനാണോ പാസ്സാക്കിയത് ആ പർപ്പസിന് അത് വേണ്ടിയിട്ട് അത് യൂട്ടിലൈസ് ചെയ്തു എന്ന് ഈ
ക്യാഷ് മേടിച്ച വ്യക്തി സർട്ടിഫൈ ചെയ്യേണ്ട, അതിനാണ് നമ്മൾ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് ഫണ്ട് നമുക്ക് വന്നാലും അതിന് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മളിങ്ങനെ പറയാറുണ്ട്, സർട്ടിഫൈഡ് ദാറ്റ് ദ എമൗണ്ട് സാങ്ഷൻഡ് ആസ് പെർ ഹാസ് ബീൻ യൂട്ടിലൈസ്ഡ്, ഇന്ന ആവശ്യത്തിന് വേണ്ടി കൃത്യമായി ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് കൊടുക്കേണ്ടതാണ്. അത് 10,000 രൂപയിൽ താഴെയുള്ള എമൗണ്ട് ആണെങ്കിൽ, അത്തരത്തിലുള്ള ഗ്രാൻഡിനേഡുകളാണെങ്കിൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ വകുപ്പ് അധ്യക്ഷന്മാർക്കാണ് കൊടുക്കേണ്ടത്. അത് ഡിപ്പാർട്ട്മെന്റ് ഹെഡിനാണ് കൊടുക്കേണ്ടത്. 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഗ്രാൻഡിനേഡുകളുടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് AGക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്, അക്കൗണ്ടന്റ് ജനറലിനാണ് അയച്ചു കൊടുക്കേണ്ടത്. ഇനി ഗ്രാന്റ് നൽകുന്നതിനുള്ള വ്യവസ്ഥകളെ പറ്റി പറയുകയാണെങ്കിൽ, ന്യായമായ സമയത്തിനുള്ളിൽ ഗ്രാന്റ് അനുവദിച്ച ഉദ്ദേശത്തിനായിട്ട് ചെലവഴിക്കണം. ഏത് പർപ്പസിനാണോ നമ്മൾ ഒരു ഗ്രാന്റ് മേടിച്ചതല്ലേ, ഗ്രാന്റ് ഗവൺമെന്റ് അനുവദിച്ചത്, അത് ആ ആവശ്യം നടത്തിയിരിക്കണം ഒരു കൃത്യസമയത്തിനുള്ളിൽ. അല്ലാതെ അത് വാങ്ങിയിട്ട് അവിടെ വെച്ച് പിന്നെ ഏതെങ്കിലും സമയത്ത് ചെയ്താൽ പോരാ എന്നർത്ഥം. പിന്നെ ആവശ്യമില്ലാത്ത പണം, ഈ ഒരു പർപ്പസിന് കുറച്ച് പണം ബാക്കി വന്നു എന്ന് വിചാരിക്കുക, ആ പണം ഗവൺമെന്റിലേക്ക് തിരിച്ചടയ്ക്കുകയും വേണം. ഗ്രാൻഡിൻ്റെ എയ്ഡുകൾ ശരിക്കും ഒരുപാട് സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാൻഡിങ് എയ്ഡ് ഉണ്ട്, വിദ്യാഭ്യാസ എയ്ഡഡ് സ്കൂളുകൾക്ക് ഗ്രാൻഡിങ് എയ്ഡ് കൊടുക്കുന്നുണ്ട്, അനാഥ മന്ദിരങ്ങൾക്കും ബോർഡിംഗ് ഫോമുകൾക്കും ഗ്രാൻഡിങ് എയ്ഡ് ഉണ്ട്. കേരള ഗ്രന്ഥശാലകൾ സംഘത്തിനും ലൈബ്രറിക്കും ഗ്രാൻഡുകളുണ്ട്. പിന്നെ ലൈബ്രറിക്കും ഗ്രന്ഥശാല സംഘത്തിനൊക്കെ ഗ്രാൻഡ് കൊടുക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ഉറപ്പുവരുത്തേണ്ടത്, അതിന് കുറച്ച് വ്യവസ്ഥകളുണ്ട്. അതൊന്ന്, ലൈബ്രറി ജാതിമത ഭേദമന്യമേ എല്ലാവർക്കും തുറന്നു കൊടുക്കേണ്ട ലൈബ്രറി ആയിരിക്കണം. പിന്നെ ജനറൽ ബോഡി യോഗം തിരഞ്ഞെടുത്ത ഒരു കമ്മിറ്റി ലൈബ്രറി ഭരണം നിക്ഷിപ്തമായിരിക്കണം. പിന്നെ കമ്മിറ്റിയിലാണെങ്കിൽ എല്ലാ വിഭാഗത്തിൽ നിന്നും പ്രതിനിധികൾ ഉണ്ടായിരിക്കണം. പിന്നെ കുറഞ്ഞത് 600 പുസ്തകം, അത് കാലാകാലങ്ങളിൽ മാറ്റം വരും, പുസ്തകങ്ങൾ ഇത്ര വേണമെന്നും നിർബന്ധമുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഗ്രാൻഡിന്റെ വിതരണം കഴിയുന്നിടത്തോളം ഓരോ സാമ്പത്തിക വർഷത്തിലും ഫെബ്രുവരി അവസാനിക്കുന്നതിന് മുമ്പ് ഗ്രാൻഡുകളൊക്കെ വിതരണം ചെയ്ത് പൂർത്തിയാക്കണം. ഇനി ഗ്രാൻഡിന് നമ്മളൊരു ഗ്രാൻഡ് കൊടുക്കണമെങ്കിൽ ഗ്രാൻഡിന് അപേക്ഷ നൽകണം. ആ വ്യക്തി അല്ലെ സ്ഥാപനം ഗ്രാൻഡിന് അപേക്ഷ നൽകാതിരുന്നാൽ അവർക്കുള്ള അതിനുള്ള അർഹത നഷ്ടപ്പെടുന്നതാണ്. ഇനി പൊതുമരാമത്ത് വകുപ്പിലെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ താഴെയല്ലാത്ത പദവിയിലുള്ള ഒരു ഓഫീസറുടെ സാക്ഷ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അടങ്കൽ തുകയുടെ പകുതി, അതായത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് അടങ്കൽ തുക എന്ന് പറയുന്നത്, പകുതിയിൽ കവിയാത്ത തുക കെട്ടിട നിർമ്മാണത്തിനും ഫർണിച്ചർ വാങ്ങുന്നതിനും നൽകുന്നതാണ്. ഇനി കേരള ഗ്രന്ഥശാല സംഘത്തിന് വാർഷിക ഗ്രാന്റ് നൽകുന്നതിന് ചില ചട്ടങ്ങൾ ഉണ്ട്, അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ സാമ്പത്തിക വർഷത്തിലേക്കുമുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് കേരള ഗ്രന്ഥശാല സംഘം വർഷാവസാനം കഴിഞ്ഞ് 3 മാസത്തിനകം ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ് ഡയറക്ടർക്ക് നൽകണം. സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ലഭിച്ച തീയതി മുതൽ 8 മാസത്തിനകം സംഘത്തിന്റെ അക്കൗണ്ടുകൾ ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ് ഡയറക്ടർ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ടും ഓഡിറ്റ് സർട്ടിഫിക്കറ്റും സർക്കാരിന് നൽകേണ്ടതാണ്. അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ് ഡയറക്ടർക്കാണ്. ഇനി ഒരു വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ നമുക്ക് ഓരോ വർഷത്തെയും ഗ്രാന്റ് അന്തിമമായി നിർണ്ണയിക്കാൻ പാടുള്ളൂ. ഇനിയുള്ള മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചറിൽ വരുന്ന ഒന്നാണ് സ്കോളർഷിപ്പുകളും സ്റ്റൈപ്പൻഡുകളും. വിദ്യാഭ്യാസ വകുപ്പിലാണെങ്കിൽ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതിനുള്ള അധികാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ്. ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ തലവന്മാർ സ്കോളർഷിപ്പിന്റെയും സ്റ്റൈപ്പൻഡിന്റെയും ബില്ലുകൾ പണമാക്കി വാങ്ങണം. അതാണ് മറ്റൊരു കാര്യം. പിന്നെ വ്യവസായ ഗ്രാന്റുകൾ കൊടുക്കുന്ന എക്സ്പെൻഡിച്ചർ ഞാൻ പറഞ്ഞല്ലോ, മിസലേനിയസ് പല വക ചെലവുകളെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ മിസലേനിയസ് എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ ഗ്രാന്റ്സ് ഉണ്ട്, അതായത് വ്യവസായ ഗ്രാന്റുകൾ. അംഗീകൃത സ്വകാര്യ വ്യാവസായിക സാങ്കേതിക സ്ഥാപനങ്ങൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറാണ് ഗ്രാന്റുകൾ അനുവദിക്കുന്നത്. അപ്പോൾ സ്വകാര്യ വ്യാവസായിക സാങ്കേതിക സ്ഥാപനങ്ങൾക്ക് ഈ ഗ്രാന്റ് അനുവദിക്കുന്നത് ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അതായത് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ.
മെഡിക്കൽ സ്ഥാപനങ്ങൾക്ക് ഗ്രാൻറ്റുകളുണ്ട്, കോപ്പറേറ്റീവ് ഗ്രാൻറ്റുകളുണ്ട്, സഹകരണ സൂപ്പർവൈസിംഗ് യൂണിയനുകൾ, സഹകരണ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, മറ്റ് സഹകരണ സംഘങ്ങൾ എന്നിവയ്ക്കുള്ള ഗ്രാൻറ്റുകൾ സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രാറാണ് അനുവദിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിവിധ തരത്തിലുള്ള ഗ്രാൻറ്റുകളൊക്കെ അതാത് ആരൊക്കെയാണ് അനുവദിക്കുന്നത് എന്നാണ്. ഇനി പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾക്കും പോളിടെക്നിക്കുകൾക്കും ഗ്രാൻറ്റിൻ എയ്ഡ് ഉണ്ട്. ഇനി മറ്റൊന്ന് പറയാനുള്ള എക്സ്പെൻഡിച്ചറിൽ പറയുന്ന മറ്റൊരു കാര്യം ഉദ്ഘാടന ചടങ്ങുകൾക്കുള്ള ചെലവുകൾ. അപ്പോൾ ഈ ചെലവുകൾ ഒരു ഉദ്ഘാടന ചടങ്ങ് നടത്തണം, ഏതോ ആയിക്കോട്ടെ, ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ, പാലം ആയിക്കോട്ടെ, എന്തോ അതിൻ്റെ ചെലവുകൾ സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയോടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിന് സർക്കാർ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്, അതിൽ കവിയാനും പാടില്ല. ഇപ്പൊ ശിലാസ്ഥാപനം, പദ്ധതി, പ്രൊജക്റ്റ്, ജോലി, കെട്ടിടം ഇവയുടെ ഉദ്ഘാടനം എന്നിവയ്ക്കായിട്ട് സംസ്ഥാന ഫണ്ടിൽ നിന്നും ഒരു തുകയും ചെലവാക്കാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ. അതാണ് ഉദ്ഘാടന ചടങ്ങുകളെ സംബന്ധിച്ചുള്ള ചെലവുകളെ പറ്റിയിട്ടുള്ള നിബന്ധനകൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു എക്സ്പെൻഡിച്ചറാണ് ശരിക്കും എക്സാമിനേഷൻ ചാർജസ്, പരീക്ഷാ ചെലവുകൾ. ഇപ്പൊ കാലാകാലങ്ങളിലുള്ള നിരക്കുകൾക്ക് വിധേയമായിട്ട് പൊതുപരീക്ഷകളുടെ എല്ലാ കണ്ടിൻജൻസി ചെലവുകളും വഹിക്കുന്നതിന് കമ്മീഷണർ ഫോർ ഗവൺമെന്റ് എക്സാമിനേഷന് അധികാരമുണ്ട്. അദ്ദേഹമാണ് ഇതിന്റെ ചെലവുകൾക്കൊക്കെ എല്ലാ കണ്ടിൻജൻസി ചെലവുകളും വഹിക്കുന്നത് അദ്ദേഹമാണ്. ഇനി ആയുർവേദ ഫിസിഷ്യന്മാർക്കുള്ള ഓണററി ഉണ്ട്. നാട്ടുചികിത്സാ വകുപ്പിലെ ആരോഗ്യ ഫിസിഷ്യന്മാര്, ഹോമിയോ മെഡിക്കൽ ഓഫീസർമാർക്ക് ഓണറേറിയം നൽകും. അതിനൊക്കെ തന്നെ സർക്കാരിൻ്റെ ഇത്തരം ആൾക്കാർക്ക് ഓണറേറിയം നൽകണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി ആവശ്യമാണ്. അവർ പൊതുവെ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് റെഗുലർ ഡീറ്റെയിൽസ് പേ ബില്ല് എഴുതി വാങ്ങി അക്വിറ്റൻസ് റോളിൽ ഒപ്പിട്ടാണ് അത് സ്വീകരിക്കേണ്ടത് എന്നും പറയുന്നുണ്ട്. ഇനി സർവീസിലിരിക്കെ മരണപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥന് അവരുടെ ഡെഡ് ബോഡി സ്വന്തം നാട്ടിലേക്കോ താമസ സ്ഥലത്തേക്കോ കൊണ്ടുപോകുന്നതിന് എന്ത് ചെലവ്, ചെലവ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ KSR പാർട്ട് 2-ലെ ഒരു ഉദ്യോഗസ്ഥന് ജോലി സ്ഥലത്ത് നിന്നും താമസ സ്ഥലത്തേക്കുള്ള യാത്രയ്ക്ക് ലഭിക്കുമായിരിക്കുന്ന തുകയ്ക്ക് തുല്യമായ തുക. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ നമ്മൾ ടി എ ബില്ല് കൊടുക്കുന്ന ആ ഉപയോഗിക്കുന്ന തുകയുണ്ട്. അതായത് ജോലി സ്ഥലത്ത് നിന്നും താമസ സ്ഥലത്തേക്കുള്ള യാത്രയ്ക്ക് എത്ര TA ആണോ കിട്ടുക അത്രയും TA സർവീസിലിരിക്കെ മരണമടയുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് നൽകും. എന്തിനു വേണ്ടിയിട്ട്? മൃതദേഹം സ്വന്തം നാട്ടിലേക്കോ താമസ സ്ഥലത്തേക്കോ കൊണ്ടുപോകുന്നതിന്. ആ കൊണ്ടുപോകുന്നതിന് വേണ്ടി കുടുംബം അത് അർഹിക്കുന്നുണ്ട് എന്ന് വകുപ്പ് തലവന് ബോധ്യമുണ്ടായിരിക്കണം, അല്ലെ അഭിപ്രായം ഉണ്ടായിരിക്കണം. അത്തരം സന്ദർഭങ്ങളിൽ എത്ര തുകയാണ് തരിക എന്ന് ചോദിച്ചാൽ എമൗണ്ട് ഈക്വൽ ടു ദ ട്രാവലിംഗ് എക്സ്പെൻസസ് അഡ്മിസിബിൾ ടു ഹിം. അദ്ദേഹത്തിന് അനുവദിക്കുന്ന ട്രാവലിംഗ് അലവൻസ്, ജീവിച്ചിരിക്കുമ്പോൾ സർവീസിലുള്ളപ്പോൾ അനുവദിക്കുന്ന ഒരു ട്രാവലിംഗ് അലവൻസ്, അതായത് വീട്ടിൽ നിന്നും ജോലി സ്ഥലത്തേക്ക് അല്ലെ ജോലി സ്ഥലത്ത് നിന്നും വീട്ടിലേക്ക് പോകുന്നതിന് അനുവദിക്കുന്ന ട്രാവലിംഗ് അലവൻസ് ആണ് ഈ കേസിൽ, ഈ മരണപ്പെട്ട കേസിലും അനുവദിക്കുക. ഇനി മറ്റൊരു എക്സ്പെൻഡിച്ചറാണ് നമ്മൾ പറയുന്നത് ജോലി സമയത്ത് പരിക്കുകൾ ഉണ്ടാകുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എക്സ്ഗ്രേഷ്യ പേയ്മെന്റുകൾ നൽകുന്നത്. അപ്പോ പല വിധത്തിൽ ജോലി സമയത്ത് പരിക്കുകൾ ഉണ്ടാകുന്ന എല്ലാ വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും നഷ്ടപരിഹാരം നൽകുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് സർക്കാർ സർവീസിൽ തുടരാൻ അയോഗ്യമാക്കിയ ഒരു അപകടം നടന്നിട്ടുണ്ടെങ്കിൽ അതിനാനുപാതികമായ ഞാനിവിടെ എമൗണ്ട് പറയാത്തെന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് ആ എമൗണ്ടുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. അത്തരത്തിൽ എന്ത് തന്നെയായാലും അതിനാണ് നമ്മൾ എക്സ്ഗ്രേഷ്യ പേയ്മെന്റുകൾ എന്ന് പറയുന്നത്. അതായത് ജോലി സമയത്ത് ഉണ്ടാകുന്ന പരിക്കുകൾ അവയ്ക്കുള്ള ഒരു കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ അത് സിവിയർ അപകടങ്ങളാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അത് 10 വർഷം സേവനം പൂർത്തിയാക്കാത്തവർക്ക് ഇത്ര കൊടുക്കാറുണ്ട്. 10 വർഷം സേവനം പൂർത്തി കഴിഞ്ഞാൽ മിനിമം പെൻഷനായി.
ആ മിനിമം പെൻഷൻ കിട്ടുന്നവർക്ക് ഇത്ര കൊടുക്കാം. അങ്ങനെ കൃത്യമായ കണക്ക് ഓരോ വിഭാഗത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഞാനിപ്പോൾ വളരെ പെട്ടെന്ന് പറഞ്ഞതാണ്, അത്രയേ ഉള്ളൂ. ഇത് ഇപ്പോൾ കാര്യമായ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും കണ്ടില്ല. മിസലേനിയസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന, അതായത് പലവക ചെലവുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇനി അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഈ 8ാമത്തെ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അത് ക്ലാരിറ്റി വരും. ഓക്കെ, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.